എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിലെ ഡമാക് ഹിൽ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് അകത്താണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. നമുക്കിന്ന് ഇവിടെ 23 സെന്റ് സ്ഥലത്തിൽ, ഏകദേശം ഒരു 23 സെന്റ് സ്ഥലത്തിൽ 11,000 സ്ക്വയർ ഫീറ്റിൽ 7 ബെഡ്റൂം വരുന്ന ഒരു ലക്ഷറി വില്ല നമുക്ക് പരിചയപ്പെടാം. ഇത് വിൽക്കാനുള്ളത് തന്നെയാണ്. ഇതേപോലെയുള്ള ഒരു 10-12ഓളം വില്ലകൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും ദുബായിലെ ഒരു വീട് നമുക്കിന്ന് പരിചയപ്പെടാം. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വില്ല ബേസ്മെന്റ് ഉൾപ്പെടെ 4 നിലകളിലായിട്ടാണ് വരുന്നത്. മുൻവശത്ത് മുറ്റത്തായി 2 വലിയ വാഹനങ്ങൾക്ക് സുഖമായി പാർക്ക് ചെയ്യാവുന്ന കാർ പോർച്ചും വീടിന്റെ വലതുവശത്ത് ഇടനാഴിയിലൂടെ ബേസ്മെന്റ് പാർക്കിലേക്കുള്ള വഴിയും ഇട്ടിരിക്കുന്നു. 3 വലിയ വാഹനങ്ങൾക്ക് വളരെ സുഗമമായി പാർക്ക് ചെയ്യാവുന്ന സൗകര്യം ബേസ്മെന്റ് പാർക്കിങ്ങിലും ലഭ്യമാണ്. എലിവേഷന് മാറ്റുകൂട്ടും വിധം ഗാർഡനുകളും മറ്റും മുറ്റത്ത് സജ്ജീകരിച്ചിരിക്കുന്നു. 2 ആൾ പൊക്കമുള്ള മെയിൻ ഡോർ കടന്ന് നമ്മൾ എത്തുന്നത് വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വീടിന്റെ പുറകുവശം വരെ നീളുന്ന ഒരു കോറിഡോറിലേക്കാണ്. ഇതിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മെയിൻ ഡോർ കടന്ന് വലതുവശത്തായിട്ടാണ് വീടിന്റെ ലിവിംഗ് കം ഫോർമൽ ഡൈനിങ് ഏരിയ വരുന്നത്. ബ്ലാക്ക് കളർ ഫ്ലോറിംഗിൽ ക്രീം പ്ലസ് ഗോൾഡൻ കളർ തീമിൽ ഗ്ലോസി എഫക്റ്റിലാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ നേരെ എതിർവശം കോറിഡോറിന്റെ ഇടതുവശത്തായിട്ടാണ് ഒരു ഓഫീസ് സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നത്. വീണ്ടും കോറിഡോറിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് കിച്ചണിലേക്കാണ്. 2 കിച്ചണുകളാണ് ഈ വില്ലയിൽ വരുന്നത്, വെറ്റ് കിച്ചണും ഡ്രൈ കിച്ചണും. ഇതാണ് ഈ വീട്ടിലെ ഡ്രൈ കിച്ചൺ. നല്ല സൗകര്യങ്ങളോട് കൂടി തന്നെയുള്ള കിച്ചൺ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇൻഫോർമൽ ഡൈനിങ്ങും ഡ്രൈ കിച്ചൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓപ്പൺ കിച്ചണും എല്ലാം വരുന്നത് ഈ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ വില്ലയുടെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള പ്രൈവറ്റ് പൂൾ ഏരിയയിലേക്കാണ്. പുറകുവശത്ത് മുറ്റത്തായിട്ടാണ് ഈ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പൂൾ ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാർബിക്യൂ ഏരിയയും ഇവർ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ബേസ്മെന്റ് കാഴ്ചകളിലേക്ക് പോകാം. 6 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു പ്രീമിയം ലിഫ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബേസ്മെന്റിൽ ഈ വീടിന്റെ ആഡംബര സൗകര്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ ആദ്യം ചെല്ലുന്നത് ജിം സ്പേസിലേക്കാണ്. മെഷീനറീസ് നിലവിൽ സെറ്റ് ചെയ്തിട്ടില്ല. അത് വില്ല വാങ്ങുന്ന ഉടമയുടെ ഇഷ്ടാനുസരണം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ജിമ്മിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സോനാ ബാത്ത് ഏരിയയും സ്റ്റീം ബാത്ത് ഏരിയയും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ബേസ്മെന്റിലെ തിയേറ്റർ റൂമിലേക്കാണ്. വളരെ പ്രീമിയമായി സെറ്റ് ചെയ്ത ഒരു തിയേറ്റർ റൂം. ഇനി കാണാനുള്ളത് വീട്ടിലെ പ്രൈവറ്റ് ബാറാണ്. ബേസ്മെന്റിലാണ് ഈ ഒരു പ്രൈവറ്റ് ബാർ ഒരുക്കിയിരിക്കുന്നത്. ബാറിനോട് ചേർന്നാണ് ബേസ്മെന്റ് പാർക്കിംഗ് വരുന്നത്. 3-4 വാഹനങ്ങൾക്ക് ഈ ഒരു ഏരിയ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. ബേസ്മെന്റ് ഏരിയയുടെ നടുത്തളം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏരിയയിൽ ഒരു വാട്ടർ ഫൗണ്ടനും നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ ഡ്രൈവർ റൂമും സെർവന്റ് റൂമും ബേസ്മെന്റിൽ തന്നെയാണ് വരുന്നത്.
ഇനി ഈ വീട്ടിലെ ബെഡ്റൂമുകൾ സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം. ഒന്നിനൊന്ന് മെച്ചമായ പ്രീമിയം ബെഡ്റൂമുകൾ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണോ റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിന് സമാനമാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 5 ബെഡ്റൂമുകളും ഒരു അപ്പർ ലിവിംഗ് ഏരിയയുമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് വീടിന്റെ 2ാം നിലയിലേക്ക് പോകാം. ടെക്നിക്കലി ഇതൊരു ബെഡ്റൂം ആണെങ്കിലും നിലവിൽ ഇത് ഇൻഡോർ പ്ലേ ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബാൽക്കണി ഏരിയയും നമുക്കിവിടെ കാണാം. ഇതൊന്നും കൂടാതെ ഡമാക് ഹിൽ എന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ എണ്ണിയാലൊടുങ്ങാത്ത ലക്ഷറി അമ്യൂണിറ്റികളും ഈ വില്ലകൾ സ്വന്തമാക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷറി വില്ല നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. എത്രമാത്രം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാര്യം അത്രമാത്രം വലുതാണ്. അതുപോലെ ഇതിനകത്തൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്തൊക്കെ ഇല്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ അത്രയും പ്രീമിയം ആയിട്ടുള്ള, അത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു വില്ല. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ടായിരിക്കും. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അപ്രോക്സിമേറ്റ്ലി ഒരു 23 സെൻറ്റ് സ്ഥലവും 11,000 സ്ക്വയർ ഫീറ്റ്, അതിൽ 4 നിലകൾ, ബേസ്മെൻറ്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ 4 നിലകളിലായിട്ടാണ് ഈ സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. പ്രൈവറ്റ് പൂളുണ്ട്, ജിമ്മുണ്ട്, അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട്. ദെൻ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡമാക് ഹില്ലിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഈ ഡമാക് ഹില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറച്ചധികം വില്ലാസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇതിനകത്തുള്ള ഗോൾഫ് ക്ലബ്ബൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രംപ് എസ്റ്റേറ്റാണ് ഈ ഗോൾഫ് ക്ലബ്ബൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ബാക്കിൽ ഈ വില്ലയുടെ ഫ്രണ്ടായിട്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രംപ് ഗോൾഫ് എസ്റ്റേറ്റ് ആണ് ആ ഒരു ഫ്രണ്ട് വ്യൂ ആയിട്ട് നമുക്ക് വരുന്നത്. സോ അത്രയും പ്രീമിയം ആയിട്ടുള്ള, അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും അത്രയും ലക്ഷറീസ് ആയിട്ടൊരു വില്ലയാണ് നിങ്ങൾ കണ്ടത്. സോ ഇനി ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വില്ല ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ഈ ഒരു വില്ല, ഇതിൻ്റെ വില അപ്രോക്സിമേറ്റ്ലി 20 മില്യൺ ദിർഹമാണ് വരിക. അതായത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 50 കോടി രൂപ അടുത്താണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു വില്ലയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ തന്നെ കുറച്ച് വില്ലകളുണ്ട്. ഞാൻ നേരത്തെ ഒരു റീല് ചെയ്തിരുന്നു, അതിനകത്ത് ഞാൻ കാണിച്ചിരുന്നു. ആ ഒരു വില്ലയ്ക്കൊക്കെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 17 മില്യൺ ദിർഹത്തിലൊക്കെ നമുക്ക് വില്ലകൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ അപ് ടു ഒരു 35 മില്യൺ ദിർഹം വരെ നമുക്ക് ഇതിനകത്തുള്ള പ്രൈവറ്റ് വില്ലകൾക്ക് വരുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി അത്രയും പ്രീമിയമാണ്. സ്കൂൾ, കോളേജസ്, സൂപ്പർ മാർക്കറ്റ്സ് എല്ലാം ഉള്ള ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയാണ് ഈ ഡമാക് ഹിൽ എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങളുടെ കയ്യിലില്ല, വില്ല തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഡമാക് ഹിൽ 2. ഡമാക് ഹിൽ 2 എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി, കുറച്ചും കൂടി ലൊക്കേഷൻ മാറിയാണ് നിൽക്കുന്നത്. ഇതേ സൗകര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നമുക്ക് ടൗൺ ഹൗസുകൾ വരും. അപ്പോൾ ഈ ഒരു വില്ലയ്ക്ക് ഒരു 20 മില്യൺ വരുന്നുണ്ടെങ്കിൽ അവിടെ ടൗൺ ഹൗസ്, ഇതേ സൗകര്യങ്ങൾ വരുന്നില്ലെങ്കിലും ഏകദേശം ഇതിനോട് അടുത്ത് വരുന്ന സൗകര്യങ്ങൾ വരുന്ന ടൗൺ ഹൗസുകൾ വളരെ ചീപ്പായിട്ട് നമുക്കൊരു 2 മില്യൺ ദിർഹത്തിലൊക്കെ നമുക്ക് അവിടെ ടൗൺ ഹൗസുകൾ ലഭിക്കും. വളരെ കുറച്ച്, ഒരു 20-25 യൂണിറ്റുകൾ, വയലറ്റ് 1, വയലറ്റ് 2, വയലറ്റ് 3 എന്നൊക്കെ പറഞ്ഞ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ടൗൺ ഹൗസുകളിൽ പേയ്മെൻറ്റ് പ്ലാനോട് കൂടി തന്നെ നമുക്ക് ടൗൺ ഹൗസുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വില വിവരങ്ങളും കാര്യങ്ങളും. അപ്പോൾ ദുബായിൽ നിങ്ങൾ വില്ല ആയിക്കോട്ടെ, അപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഇനി ടൗൺ ഹൗസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ദുബായിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രീംസ് ലാൻഡിനെ വിളിക്കാം. ഡ്രീംസ് ലാൻഡിന് കേരളത്തിലെ ഓഫീസുണ്ട്,
അതുപോലെ ദുബായിലും നമ്മൾ നല്ല രീതിയിൽ എല്ലാ ബിൽഡേഴ്സുമായിട്ട് സഹകരിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുബായിൽ നിങ്ങൾക്ക് ഈ വില്ല മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ കുറഞ്ഞ വില്ലകളാണെങ്കിലും കുറഞ്ഞ അപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും തീർച്ചയായിട്ടും ഡ്രീംസ് ലാൻഡിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.